കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. തമിഴ്നാട്ടിലുള്ള മസനഗുഡിയിലേക്ക് ഒരു യാത്രയായിട്ട് വന്നതാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് നടക്കാൻ ഇറങ്ങിയപ്പോൾ അതിമനോഹരമായൊരു കാഴ്ച കണ്ടു. വീടുകൾക്ക് മുന്നിൽ അമ്മയും കുട്ടികളൊക്കെ ചേർന്ന് കോലം വരയ്ക്കുന്നതായിട്ട്. കേരളത്തിലും പല ഭാഗത്തും പ്രത്യേകിച്ച് പാലക്കാട് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കോലം വരയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? കോലം വരയ്ക്കുന്നത് അരിപ്പൊടി അല്ലെങ്കിൽ വെള്ളാരംപൊടി ഉപയോഗിച്ചാണ്. നിലത്ത് വൃത്തിയായി തുടച്ചതിന് ശേഷം പുള്ളികളിട്ടാണ് കോലങ്ങൾ വരയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പുള്ളികളെ തമ്മിൽ പിന്നീട് യോജിപ്പിച്ചാണ് വിവിധ ഡിസൈനുകളായിട്ട് ഉണ്ടാക്കുന്നത്. ഐതിഹ്യപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ വീടിന് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുമെന്നാണ് ഇതിലൂടെ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, ഉറുമ്പുകൾക്കും പക്ഷികൾക്കൊക്കെ ആഹാരം ലഭിക്കാനും ഇതുവഴി സഹായിക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം കൂടെ ഉണ്ട്. കോലങ്ങൾ വരയ്ക്കുന്നത് സാധാരണയായിട്ട് പുലർച്ചെയാണ്. ഇത് ശുദ്ധിയുടെയും സമൃദ്ധിയുടെയും സൂചകമായിട്ടാണ് കണക്കാക്കുന്നത്. കോലങ്ങളിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ചുവപ്പ് നിറം ശക്തിയെയും മഞ്ഞ നിറം സൗഭാഗ്യത്തെയും ബാക്കിയുള്ള നിറങ്ങൾ സൂചിപ്പിക്കുന്നത് സൗന്ദര്യവും ആകർഷണവും അതേപോലെ തന്നെ ആർഭാടവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്.